നമസ്കാരം. വാർത്തകൾ ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 77.13% പേർ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നതോടെ പോളിംഗ് ശതമാനം നേരെ വ്യത്യാസം വന്നേക്കാം. പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പലയിടങ്ങളിലും പോളിംഗ് വൈകാൻ ഇടയാക്കി. തിരുവനന്തപുരത്ത് കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയിൽ പതിഞ്ഞുവെന്ന ആക്ഷേപവും ഇതിനിടയിൽ ഉയർന്നിരുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 76.82% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2014 ഇത് 73.8%. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കണ്ണൂർ മണ്ഡലത്തിലാണ്, 82.08%. ഏറ്റവും കുറവ് തിരുവനന്തപുരത്താണ്, 73.26% പേർ. അവസാന കണക്കുകൾ പുറത്തുവരുമ്പോൾ ഇതിൽ നേരിയ വ്യത്യാസം ഉണ്ടാകാം. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. വോട്ടെടുപ്പിനുള്ള സമയം അവസാനിക്കുന്ന 6 മണിക്കും നിരവധി പേരാണ് വോട്ട് രേഖപ്പെടുത്താൻ ക്യൂവിൽ ഉണ്ടായിരുന്നത്. പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായത് പോളിംഗ് വൈകാൻ ഇടയാക്കി. തിരുവനന്തപുരം കോവളത്തും വട്ടിയൂർക്കാവിലും കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയിൽ പതിഞ്ഞുവെന്ന ആക്ഷേപത്തെ തുടർന്ന് കുറച്ചു സമയം പോളിംഗ് തടസ്സപ്പെട്ടു. പരിശോധനയിൽ ഇത് തെളിയിക്കാൻ കഴിയാത്തതോടെ പട്ടം സ്വദേശി എബിനെതിരെ പോലീസ് കേസെടുത്തു. പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ചെറിയ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വോട്ടെടുപ്പിനിടെ സംസ്ഥാനത്ത് 7 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. പോളിംഗ് ശതമാനം കൂടിയത് ആരെ തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. ഭരണവിരുദ്ധ വികാരമില്ലാത്തതും സർക്കാരിന്റെ നേട്ടങ്ങളും വോട്ടായി മാറിയിട്ടുണ്ടെന്നും അത് മികച്ച വിജയം സമ്മാനിക്കുമെന്നുമാണ് LDFന്റെ വിലയിരുത്തൽ. അതേസമയം UDFും BJPയും വിജയം തങ്ങൾക്ക് അനുകൂലമാകുമെന്നും വിലയിരുത്തുന്നു. ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ. മെയ് 23-നാണ് വോട്ടെണ്ണൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. LDFന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഉയർന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയത്. LDFന്റെ വിജയം ഉറപ്പാക്കുന്നതാണെന്നും കോടിയേരി പ്രസ്താവനയിൽ പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥിയും ഏജന്റുമാരും ബൂത്തിനുള്ളിൽ കയറി പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അതിനെല്ലാം സംയമനത്തോടെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തകർക്ക് പ്രത്യേകം അഭിനന്ദനം നൽകുന്നു. സമാധാനപരമായ നിലയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സാഹചര്യമൊരുക്കിയ LDF സർക്കാരിനെയും പോലീസിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. രാജ്യത്ത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് 63.24% എന്ന പ്രാഥമിക കണക്ക്. അതേസമയം തെരഞ്ഞെടുപ്പിനിടെ ബംഗാളിൽ വ്യാപക ആക്രമണം, ഒരാൾ കുത്തേറ്റ് മരിച്ചു. അഹമ്മദാബാദിൽ വോട്ട് ചെയ്ത ശേഷം മോദി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് ആരോപണം. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലായി 116 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത്. തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതോടെ പോളിംഗ് നടന്നു. ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് 302 സീറ്റുകളിലാണ് 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ് നടന്നത്. രണ്ടാം ഘട്ടത്തിൽ വ്യാപക ആക്രമണം നടന്ന പശ്ചിമബംഗാളിൽ ഇന്നും സംഘർഷങ്ങൾ ആവർത്തിച്ചു. മൂർഷിദാബാദിലെ ബലിഗ്രാമിൽ പോളിംഗ് ബൂത്തിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റുമുട്ടലിനിടെ വോട്ട് ചെയ്യാനായി ക്യൂ നിന്നയാൾ കൊല്ലപ്പെട്ടു. ദക്ഷിണ ദീജാപൂരിൽ പോളിംഗ് ഏജന്റ് കൊല്ലപ്പെട്ടു. റാണിനഗറിൽ പോളിംഗ് ബൂത്തിന് നേരെ ബോംബേറുണ്ടായി. ഗോവയിലും അസമിലും ബീഹാറിലും വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയർന്നത്. മൂന്നാം ഘട്ടത്തിൽ 7 സീറ്റുകളിൽ നടന്ന വോട്ടെടുപ്പോടെ ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പും പൂർത്തിയായി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബാക്കിയുണ്ടായിരുന്ന അസമിലെ 4 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ 10ഉം ഒഡീഷയിലെ 6 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പുണ്ടായി. ഗാന്ധിനഗറിൽ നിന്ന് BJP അധ്യക്ഷൻ അമിത്ഷായും മെയിൻപുരിയിൽ നിന്ന് മുലായം സിംഗ് യാദവും ജനവിധി തേടി. മല്ലികാർജുന ഖാർഗെ, ശരത് യാദവ്, അസം ഖാൻ, ജയപ്രദ, വരുൺ ഗാന്ധി, അനന്ത്കുമാർ ഹെഗ്ഡെ, സുപ്രിയ സുലെ എന്നിവരും ജനവിധി തേടി. പശ്ചിമ ബംഗാൾ മാറ്റി നിർത്തിയാൽ വ്യാപക അക്രമമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഇല്ലാതെയാണ് മൂന്നാം ഘട്ടം പൂർത്തിയായത്. കൈരളി ന്യൂസ്, ദില്ലി. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 73.37% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ്. പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ കേടായത് പോളിംഗ് വൈകാൻ ഇടയാക്കി. കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയ്ക്ക് പതിഞ്ഞുവെന്ന ആക്ഷേപത്തെ തുടർന്ന് 2 ബൂത്തുകളിൽ വോട്ടെടുപ്പ് അല്പസമയം നിർത്തിവെക്കേണ്ടി വന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു. ഉച്ചയോടെ 50% പേർ വോട്ട് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് പാറശാല നിയോജക മണ്ഡലത്തിലാണ്, 76.04% പേർ. ഏറ്റവും കുറവ് നഗരപരിധിയിൽ വരുന്ന തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിലുമാണ്. നിരവധി ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് പോളിംഗ് വൈകി. കോവളത്തും വട്ടിയൂർക്കാവിലും കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയ്ക്ക് പതിഞ്ഞതായി ആക്ഷേപമുയർന്നു.
എന്നാൽ ആക്ഷേപം ഉന്നയിച്ചവർക്ക് ഇത് തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. പട്ടം സ്വദേശി എബിനെതിരെയാണ് കേസെടുത്തത്. എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. LDF സ്ഥാനാർത്ഥി സി ദിവാകരൻ കമലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലും UDF സ്ഥാനാർത്ഥി ശശി തരൂർ കോട്ടൺ ഹിൽ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ഫോർട്ട് ഹൈസ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ശക്തമായ ത്രികോണ മത്സരമായിരുന്നിട്ടും മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം തിരുവനന്തപുരത്ത് കുറയുകയായിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആറ്റിങ്ങലിൽ ഇത്തവണ റെക്കോർഡ് പോളിംഗ്. 2014 അപേക്ഷിച്ച് 3% വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കാട്ടാക്കടയിലും ഏറ്റവും കുറവ് വാമനപുരം നിയോജക മണ്ഡലത്തിലുമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 71.13% പേർ വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കുമ്പോൾ നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനാണ് സാധ്യത. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ്, 75.05. ഏറ്റവും കുറവ് വാമനപുരം, 68.57. മറ്റു മണ്ഡലങ്ങളിലെ കണക്കുകൾ ഇപ്രകാരമാണ്. വർക്കലയിൽ 66, ആറ്റിങ്ങലിൽ 72, ചിറയൻകീഴ് 73, നെടുമങ്ങാട് 71, അരുവിക്കരയിൽ 74% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് ശതമാനത്തിൽ 2014 അപേക്ഷിച്ച് 3%-ലേറെ വോട്ടുകളുടെ വർധനവാണ് ആറ്റിങ്ങലിൽ ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിര ആറ്റിങ്ങലിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാണാമായിരുന്നു. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും വോട്ടിംഗ് ശതമാനം കൂടിയതും ന്യൂനപക്ഷ മേഖലകൾ ആവേശത്തോടെ പങ്കാളിയായതും LDFും UDFും ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. വോട്ടെടുപ്പ് സമയം അവസാനിച്ച ശേഷവും വോട്ടർമാരുടെ വൻ നിര ബൂത്തുകളിൽ കാണാമായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുകളും ചില ഉദ്യോഗസ്ഥരുടെ കാര്യശേഷിയില്ലായ്മയും വോട്ടിംഗ് പുരോഗതിക്ക് വിഘാതമായി. വോട്ടെടുപ്പ് പൂർത്തിയാക്കി വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും നാലാഞ്ചിറ മാർ ഇവാനിയസ് കോളേജിലേക്ക് മാറ്റി. സ്ട്രോങ് റൂമുകൾക്ക് കേന്ദ്രസേനയുടെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. S. ജീവൻകുമാർ, കൈരളി ന്യൂസ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 74.40% പോളിംഗ് രേഖപ്പെടുത്തി. ആകെ 96,1849 വോട്ടുകളാണ് പോൾ ചെയ്തത്. 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 3% അധികം ഇക്കുറി പോൾ ചെയ്തു. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് 1,50,939 പേർ പോൾ ചെയ്ത കുണ്ടറ നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ്. കുറവ് 1,27,421 പേർ വോട്ട് ചെയ്ത കൊല്ലം മണ്ഡലത്തിലും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തത് 80,166 പേർ പോൾ ചെയ്ത കുണ്ടറ മണ്ഡലത്തിലും കുറവ് 65,904 പേർ വോട്ട് ചെയ്ത ഇരവിപുരം മണ്ഡലത്തിലുമാണ്. പുരുഷന്മാരിൽ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയത് 70,773 പേർ വോട്ട് ചെയ്ത കുണ്ടറ മണ്ഡലത്തിലും കുറവ് 58,118 പേർ പോൾ ചെയ്ത ചാത്തന്നൂർ മണ്ഡലത്തിലുമാണ്. കൊല്ലത്ത് 75.10%, ഇരവിപുരത്ത് 73.49%, ചാത്തന്നൂരിൽ 73.15%, ചവറയിൽ 77.31%, കുണ്ടറയിൽ 75.77%, പുനലൂരിൽ 72.40%, ചടയമംഗലത്ത് 73.86% എന്നിങ്ങനെയായിരുന്നു പോളിംഗ് നില. വളരെ അനുകൂലമായ പ്രതികരണമാണ്. പോളിംഗ് പൊതുവിലെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നല്ല പോലെ വോട്ടർമാർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അനുകൂലമായ പ്രതികരണമാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. കൊല്ലത്തെ സംബന്ധിച്ച് പോളിംഗ് നല്ലതുപോലെ വന്നാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് തന്നെയാണ് മുൻകാല കണക്കുകൾ കാണിക്കുന്നത്. ഒരു ചരിത്ര വിജയം നേടാനാണ് ഇടതുമുന്നണി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രമിക്കുന്നത്. ചവറയിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കടുത്ത മത്സരം നടക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആവേശത്തോടെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കടുത്ത ത്രികോണ മത്സരം ഉണ്ടാകുമെന്നായിരുന്നു പ്രാഥമികമായ വിലയിരുത്തൽ. ഇതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വോട്ടിലും ശതമാനക്കണക്കിലും ഈ തെരഞ്ഞെടുപ്പ് 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നിലെത്തിയത്. അന്ന് 66.2% ആളുകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 73.41% അത് വർദ്ധിച്ചു. 13,84,278 പേരിൽ 10,02,062 പേർ വോട്ടവകാശം ഫലപ്രദമായി ഉപയോഗിച്ചു. പോളിംഗ് കഴിഞ്ഞ് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും ചെന്നീർക്കല കേന്ദ്രീയ വിദ്യാലയത്തിലേക്കും മാറ്റി. മെയ് 23 നടക്കുന്ന വോട്ടെണ്ണലും ഇവിടെയാണ് നടക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. പാലക്കാട് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ചില ആളുകൾ ഉന്നയിക്കുന്നത് തുടക്കത്തിൽ പ്രചരണ രംഗത്ത് പിറകിലായിരുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. തുടക്കത്തിൽ പ്രചരണ രംഗത്ത് പിറകിലായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്ന് വളരെ മുന്നിൽ വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രചരണ രംഗത്ത് 1ാം സ്ഥാനത്ത് UDF ആയിരുന്നു. തുടക്കത്തിൽ എന്തുകൊണ്ടാണ് പ്രചരണ രംഗത്ത് വരായിരുന്നു വെച്ചാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പദയാത്ര, KPCC ഫണ്ട് വരുവ്, ഒരു പൈസ ഉണ്ടായിരുന്നില്ല.
രാഷ്ട്രീയ എതിരാളികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു എന്നുള്ളത് പറഞ്ഞ സത്യമാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. പിന്നീട് പാർട്ടി പ്രവർത്തകരും KPCC ആണ് പ്രചരണ രംഗത്തും എല്ലാ കാര്യത്തിലും സഹായിച്ചത്. KPCC ക്കെതിരെ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ വാർത്ത വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് 20 സ്ഥാനാർത്ഥികൾക്കും KPCC തുല്യ പരിഗണന കൊടുത്ത് പാലക്കാടിനും വളരെ മുന്തിയ പരിഗണന നൽകിയിരുന്നു എന്നാണ്. തെറ്റായ വാർത്തയാണ്. അപ്പം എന്താണ് എത്രമാത്രം ഭൂരിപക്ഷം അങ്ങനെയുള്ള രീതി കണക്കെടുപ്പിൽ നമ്മൾ അങ്ങനെ വല്ല നോക്കിയിട്ടുണ്ടോ? ഇല്ല, കണക്കെടുപ്പ് ഇപ്പോൾ പോളിംഗ് ഇന്നലെ രാത്രി വൈകിയാണ് കഴിഞ്ഞത്. ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ ആദ്യഘട്ടം നടത്തും. വലിയൊരു മുന്നേറ്റമായിരുന്നു പാലക്കാട് UDFന്. അതിൽ അതൃപ്തി പൂണ്ട അല്ലെങ്കിൽ അതിൽ വിറളി പൂണ്ട ചില ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ ഗൂഢാലോചന നടത്തിയിരുന്നു. അത് പാർട്ടിയിലും മുന്നണിയിലും അല്ലാന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് രാഷ്ട്രീയ എതിരാളികൾ നിരന്തരമായി ഗൂഢാലോചന നടത്തി. അത് 23-ാം തീയതി റിസൾട്ട് കഴിഞ്ഞ് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരിക്കലും പാർട്ടിക്കകത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഒരു ഇലക്ഷനാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, UDFലും കോൺഗ്രസ് പാർട്ടിയിലും പാലക്കാട് ഇതുപോലെ യോജിച്ച ഒരു ഇലക്ഷൻ പ്രവർത്തനം എൻ്റെ പൊതുജീവിതത്തിൽ നടന്നിട്ടില്ല. അത്രയും എണ്ണയിട്ട യന്ത്രം പോലെ ഏകോപിപ്പിച്ച് ഐക്യത്തോടു കൂടി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. KPCCക്കെതിരെ പരാതിയില്ല. KPCC പിരിച്ച ഫണ്ട് താങ്കൾക്ക് ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ പ്രചരണത്തിൽ ലഭിച്ചു, തുടക്കത്തിൽ ലഭിച്ചില്ല എന്നുള്ള ആരോപണം അതാണ് പ്രധാനമായി വരുന്നത്. അങ്ങനെ ഫണ്ട് കിട്ടാത്തൊരു എന്നോട് ഈ പ്രചരണ രംഗത്ത് എന്തുകൊണ്ട് പിറകിപ്പോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആര് പിറകിപ്പോയി? തുടക്കത്തിൽ ഞങ്ങൾ കുറച്ച് പിന്നിലായിരുന്നു. പിന്നീട് ഞങ്ങൾ 1-ാം സ്ഥാനത്തെത്തി പ്രചരണ രംഗത്ത്. തുടക്കത്തിൽ ഞങ്ങളുടെ ഫണ്ടില്ലായിരുന്നു. DCC നടത്തിയ പദയാത്ര അതിന് വലിയ സാമ്പത്തിക ബാധ്യതയായിരുന്നു. പിന്നെ KPCC ഫണ്ട് പിരിച്ചു. തുടക്കത്തിൽ ആ ഫണ്ട് പിരിച്ചതിന് DCCക്ക് വിഹിതം കിട്ടേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അതിന് മാത്രമുള്ള ഫണ്ട് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കിട്ടായിരുന്നത്. അല്ല KPCC കുറ്റമല്ല, ഒരിക്കലുമില്ല. KPCC പൂർണ്ണമായിട്ടും നമുക്ക് സഹകരിക്കുകയും കേരളത്തിലെ 20 സ്ഥാനാർത്ഥികൾക്കും തുല്യ പരിഗണന കൊടുത്തത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണല്ലോ. KPCC അല്ലാതെ പിന്നെ ആര് സഹായിക്കാനാ? KPCC ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം കൂടി ചേർത്ത് കൊടുക്കണമായിരുന്നു. ആ വിഹിതം കൊടുക്കാൻ ഞങ്ങളുടെ പദയാത്ര കാരണം സാമ്പത്തികമായിട്ട് പണം പിരിച്ച് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ആ പൈസ പിരിച്ച് കിട്ടാത്തതുകൊണ്ട് KPCC തരാൻ പറ്റുമോ? ആ ഘട്ടത്തിൽ പൈസ ഇല്ലായിരുന്നു. പിന്നീട് KPCC AICC ആണല്ലോ ഇലക്ഷന് വേണ്ട മുഴുവൻ ചെലവും KPCC AICC ആണ് തന്നത്. അത് തെറ്റായി പ്രചരിപ്പിക്കുകയാണ്. മാത്രമല്ല, സാധാരണ പ്രവർത്തകർ അവരെല്ലാവരുമാണ് പ്രചരണ രംഗത്ത് മുന്നിലേക്ക് വരാൻ അവരുടെ കയ്യിൽ നിന്നും അവർ പിരിച്ച പണം കൊണ്ടാണ് പ്രചരണ രംഗത്ത് 1-ാം സ്ഥാനത്ത് എത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. KPCC ആണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അത് ഇവിടെ സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ള ചില ഗൂഢശക്തികളാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കെതിരായിട്ട് തുടക്കം മുതൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ 20 സ്ഥാനാർത്ഥികൾ UDFനുണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ഗൂഢാലോചന നടന്നത് എനിക്കെതിരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചില കാര്യങ്ങളുണ്ട്. അത് പാർട്ടിക്ക് ഉള്ളിലും അല്ല മുന്നണിക്ക് ഉള്ളിലും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് ഉള്ളിൽ എങ്ങനെ എനിക്കെതിരെ ഗൂഢാല? എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു തോന്നും. പിന്നെ ഒരു ഗൂഢാലോചനയ്ക്ക് വല്ല ഇതുണ്ടോ, സാധ്യതയുണ്ടോ? മുന്നണിയും പാർട്ടിയും ഇതുപോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എൻ്റെ എക്സ്പീരിയൻസിൽ. പിന്നെ എനിക്കെതിരായിട്ട് വ്യാപകമായിട്ട് ഗൂഢാലോചന നടത്തി. അത് രാഷ്ട്രീയ എതിരാളികളാണ്. മുന്നണിയെയും പാർട്ടിയെയും ഭയക്കുന്നവരാണ്. എൻ്റെ വിജയ സാധ്യത ഭയന്നിട്ടാണ്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രചരണം നടത്താനും പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് UDF ജയിക്കുന്നു പറയുന്നത്. ഈ പ്രചരണങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ ജയസാധ്യത ബാധിച്ചിട്ടുണ്ടോ? അതിനെ ജയസാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടന്നു. അതിനെല്ലാം മറികടക്കാനുള്ള സംഘടനാ സംവിധാനവും രാഷ്ട്രീയ സംവിധാനവും ഫലപ്രദമായി പ്രയോഗിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കും. പാലക്കാട് 23 വർഷത്തിന് ശേഷം UDF ജയിക്കും. ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു, ഈ ഗൂഢാലോചനകളിലൊക്കെ അതിജീവിച്ചുകൊണ്ട് UDF ജയിക്കും. UDFനെതിരായിട്ട്, മുന്നണിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നടന്ന ഗൂഢാലോചനയൊക്കെ അതിജീവിക്കും. അതിന്റെ എല്ലാ ആത്മവിശ്വാസവും എനിക്കുണ്ട്. ഗൂഢാലോചന പാർട്ടിക്ക് അകത്താണോ നടന്നിട്ടുള്ളത് അതോ മുന്നണിക്ക് പുറത്താണോ? അയ്യോ, പാർട്ടിക്കകത്ത് ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല. മുന്നണിക്കകത്ത് ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല. പാർട്ടിയെയും മുന്നണിയെയും സ്ഥാനാർത്ഥിയെയും ഭയക്കുന്ന ചില ശക്തികൾ എനിക്കെതിരെ, പാർട്ടിക്കെതിരെ, മുന്നണിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളുണ്ട്. അത് ഞാൻ റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പാർട്ടിയിലും മുന്നണിക്കകത്തും സാധാരണ പ്രവർത്തകർ രാവും പകലും കഷ്ടപ്പെട്ട് പാർട്ടി നേതൃത്വവും നേതാക്കന്മാരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ടെ UDFന്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതായത് എൻ്റെ അടുത്ത് പ്രചരണ രംഗത്ത് വളരെ പിറകെ പോയില്ലേ, എന്തുകൊണ്ടാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആര് പിറകെ പോയി?
എവിടെ പിറകെ പോയി? അല്ല, തുടക്കത്തിലെ വലിയ പരാതി ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഞങ്ങൾക്കുണ്ട് പരാതി, ഞങ്ങൾ പിറകിലാണ്. കാരണം രാഷ്ട്രീയ എതിരാളി ഞങ്ങളുടെ 2 മുന്നണി മത്സരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു പ്രചരണ രംഗത്ത് വളരെ ശക്തമായി നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതെന്താ ചോദിച്ചു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഫണ്ടില്ല. കാരണം അതിൻ്റെ തലേ ദിവസം വരെ ഞങ്ങൾ വലിയൊരു പദയാത്ര നടത്തി. ഉള്ള ഫണ്ട് പിരിച്ചു കിട്ടിയ ഫണ്ട് മുഴുവൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് KPCC ഫണ്ട് പിരിച്ചു. അത് ഞങ്ങൾക്ക് വിഹിതം കിട്ടിയില്ല. വിഹിതം കിട്ടാതിരുന്ന കാരണം എന്താണെന്ന് ആൾ ചോദിച്ചില്ല. വിഹിതം കിട്ടാതിരുന്നത് ഞങ്ങൾക്ക് ഇവിടുന്ന് KPCCനും DCCനും ഫണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്താലാണ് അതിൽ ഞങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള വിഹിതം ഞങ്ങൾക്ക് DCC കിട്ടുള്ളൂ. എന്നെ പോലെ കേരളത്തിൽ 7ഓളം DCCക്ക് വിഹിതം കിട്ടിയിട്ടില്ല. അത് KPCCയുടെ കുറ്റമല്ല, ഞങ്ങൾക്ക് പിരിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പിരിച്ചു കൊടുത്താലാണ് അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ അർഹത ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പണം പിരിച്ച് ഇത്ര എമൗണ്ട് പറഞ്ഞാൽ ആ എമൗണ്ട് കൊടുത്താൽ അതിൽ നിന്നും ഞങ്ങൾക്കൊരു വിഹിതമുണ്ട്. അത് കൊടുക്കാൻ ഞങ്ങളതില്ല. കാരണം ഇവിടെ പദയാത്ര നടത്തി വലിയ പരിപാടികൾ നടത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഫണ്ട് പിരിച്ച് കിട്ടണ്ടേ? അപ്പോൾ അതിൻ്റെ ഒരു അപാകതയും കുറവുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അപ്പോൾ ഫണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് KPCC AICC തന്ന ഫണ്ടും പ്രവർത്തകർ പിരിച്ചെടുത്ത ഫണ്ടും കൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അല്ലാതെ എവിടെ നിന്ന് പൈസ കിട്ടാനാ? അതുകൊണ്ട് പൂർണ്ണമായിട്ടും KPCC സഹകരിച്ചിട്ടുണ്ട്, എല്ലാ അർത്ഥത്തിലും സഹായിച്ചിട്ടുണ്ട്. തെറ്റായ ഒരു വളച്ചൊടിച്ച ഒരു വാർത്തയാണ് ഇന്ന് ഏഷ്യാനെറ്റിൽ വന്നത്. അത് ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം അത് തെരഞ്ഞെടുപ്പ് കണക്കും മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് ചെലവായിട്ടുള്ള പൈസ ബഹുഭൂരിപക്ഷം തന്നത് AICCയും KPCCയാണ്. പിന്നെ സാധാരണ പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പൈസ പിരിച്ചതും ചെലവഴിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു പൈസയും പാലക്കാട് വരില്ല. നിങ്ങൾക്കറിയാലോ, മുഴുവൻ സമയം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ പറയണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും UDF ഒന്നാം സ്ഥാനത്താണ്. ജയിക്കുന്ന കാര്യത്തിലും ഒന്നാം സ്ഥാനത്താണ്. ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഈ റിസൾട്ട് വരട്ടെ. ആ ഗൂഢാലോചനക്കാര് ഉദ്ദേശിച്ചത് നടക്കാതെ പോകുമ്പോൾ പറയുന്നതാണ് അതിന്റെ രസം. പാലക്കാട് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. തനിക്കെതിരെ കൂടുതൽ ഗൂഢാലോചനകൾ നടന്നുവെന്നും അത് തെരഞ്ഞെടുപ്പിന് ശേഷം വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാലക്കാട് നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. KPCC പണം തെരഞ്ഞെടുപ്പിനായി തന്നിട്ടില്ല എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും KPCCയും AICCയുമാണ് തനിക്കെതിരെ തെരഞ്ഞെടുപ്പിനുള്ള പണം സ്വരൂപിച്ചതെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തനിക്കെതിരായ ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും അത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഫലപ്രഖ്യാപനത്തിന് ശേഷം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നിന്ന് തത്സമയ ദൃശ്യങ്ങളായിരുന്നു ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ പാലക്കാട് നിന്നും സിജു കണ്ണൻ ചേർന്നു. സിജു, തനിക്കെതിരെ കൂടുതൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, അത് തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി വെളിപ്പെടുത്തുമെന്നാണ് പാലക്കാട് UDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. എന്താണ് മറ്റു വിശദാംശങ്ങൾ? സിജു, കേൾക്കാമെങ്കിൽ. തനിക്കെതിരെ വ്യാപകമായി ഗൂഢാലോചന നടന്നു എന്നാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പറയുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം വെളിപ്പെടുത്തുമെന്നാണ് UDF സ്ഥാനാർത്ഥി അറിയിച്ചിരിക്കുന്നത്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം UDF സ്ഥാനാർത്ഥിയുടെ ആദ്യ പ്രതികരണമാണിത്. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെയ് 23 ശേഷം വെളിപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ താൻ പിന്നിലായിരുന്നു, UDF ജില്ലയിൽ പിന്നിലായിരുന്നു. അതിന് കാരണം പ്രധാനമായും KPCCയിൽ നിന്നും അതോടൊപ്പം തന്നെ AICCയിൽ നിന്നും ഫണ്ട് കിട്ടാനുണ്ടായ കാലതാമസമാണ് വൈകിയത്. എങ്കിലും പിന്നീട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. പാലക്കാട് സ്ഥാനാർത്ഥി തനിക്കെതിരെ കൂടുതൽ ഗൂഢാലോചനയുണ്ടെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം വെളിപ്പെടുത്തുമെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിവരങ്ങളാണ് പാലക്കാട് നിന്നും സിജു കണ്ണൻ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷയോടെ LDF. UDFന്റെ പരമ്പരാഗത കോട്ടയിൽ വിള്ളലുണ്ടാക്കാനായെന്നും വിലയിരുത്തൽ. 12 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലത്തിൽ 8.88 ലക്ഷം പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് നിരക്ക് ഇക്കുറി 5% ഉയർന്നു. 77.88% പേർ വോട്ട് രേഖപ്പെടുത്തിയ വൈക്കം മണ്ഡലത്തിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. തൊട്ടുപിന്നിൽ ഏറ്റുമാനൂർ, കോട്ടയം മണ്ഡലങ്ങളാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും 75% വോട്ടുകളാണ് പോൾ ചെയ്തത്. പുതുപ്പള്ളിയിൽ 74% പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പിറവത്ത് 72%, പാലായിൽ 71.5% വോട്ടർമാർ വിധി എഴുതിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കടുത്തുരുത്തിയിലാണ് മണ്ഡലത്തിലെ കുറഞ്ഞ പോളിംഗ്.
LDF മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് വൈക്കം, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം എന്നീ മണ്ഡലങ്ങളിലാണ്. പാലായിൽ ഒപ്പത്തിനൊപ്പം എത്തുമെന്നും കടുത്തുരുത്തിയിലും പുതുപ്പള്ളിയിലും UDFന്റെ ലീഡ് കുറയുമെന്നുമാണ് വോട്ടിംഗിന് ശേഷമുള്ള വിലയിരുത്തൽ. ശക്തമായ മത്സരം നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മുന്നണികൾ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ വിജയം കണ്ടതിന്റെ തെളിവ് കൂടിയാണ് എനിക്ക് പിന്നിലെ ഈ നീണ്ട നിര. ക്യാമറാമാൻ സാംജിത് ആർ പുക്കരയോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്. സംസ്ഥാനത്ത് കനത്ത പോളിംഗിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് ശതമാനത്തിൽ വൻ വർധനവ്. അവസാന ഘട്ടത്തിൽ 77.44% പോളിംഗ് രേഖപ്പെടുത്തിയത്. മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കൂട്ടിയിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് ഇരു മുന്നണികൾക്കും പ്രതീക്ഷ നൽകുമ്പോൾ മണ്ഡലത്തിലെ ശക്തമായ ഇടത് അടിത്തറയിൽ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് LDF. സംസ്ഥാനത്തെ മികച്ച പോളിംഗിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും 2014 പോളിംഗ് ശതമാനം മറികടന്നു. 5% വർധനവാണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ കനത്ത പോളിംഗാണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. 7 മണി മുതൽ ആരംഭിച്ച വോട്ടർമാരുടെ ക്യൂ 6 മണി വരെയും നിലയ്ക്കായി തുടർന്നു. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് രാവിലെ 8 മണിയോടെ കുടുംബസമേതം കണ്ണാറ AUPസിലെത്തി വോട്ട് ചെയ്തു. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ തളിക്കുളം കുന്നത്തുപള്ളി അംഗൻവാടിയിലും വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായിരുന്ന മേൽക്കൈ വോട്ടായി മാറുന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. വോട്ട് ശതമാനം വർദ്ധിച്ചതും അവർക്ക് പ്രതീക്ഷ നൽകുന്നു. നല്ല കാലാവസ്ഥ, കനത്ത പോളിംഗ്. തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടെടുപ്പ് ആഘോഷമാക്കി മാറ്റി. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതൊഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അക്രമ സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാനപരമായിരുന്നു തൃശ്ശൂരിലെ വോട്ടെടുപ്പ്. PP സലീമിനൊപ്പം VS അഭിരാം, തൃശ്ശൂർ. ആലത്തൂരിൽ ആവേശകരമായി പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ ഒഴുകിയെത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ആലത്തൂരിൽ 3%-ലധികം പോളിംഗ് ഉയർന്നു. 78%-ലധികം പോളിംഗ് കടന്നപ്പോൾ കണക്കിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ. ആലത്തൂരിൽ രാവിലെ മുതൽ പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ വലിയ തിരക്കനുഭവപ്പെട്ടു. പല കേന്ദ്രങ്ങളിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പോളിംഗ് മന്ദഗതിയിലായതിനാൽ വോട്ടെടുപ്പ് രാത്രി വരെ നീണ്ടു. ആലത്തൂരിലെ 3 സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിന് പുറത്തായിരുന്നു വോട്ട്. LDF സ്ഥാനാർത്ഥി PK ബിജു കോട്ടയം മണ്ഡലത്തിലെ മാഞ്ഞൂരിലും, UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കോഴിക്കോട് മണ്ഡലത്തിലെ കുറ്റിക്കാട്ടൂരും, NDA സ്ഥാനാർത്ഥി TV ബാബു തൃശൂർ ജില്ലയിലെ നാട്ടികയിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന പോളിംഗ് ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിലും കുറഞ്ഞ പോളിംഗ് ചേലക്കരയിലുമാണെന്നാണ് അവസാന കണക്ക്. ലഭ്യമായ കണക്കനുസരിച്ച് ചിറ്റൂരിൽ പോളിംഗ് 81% കടന്നപ്പോൾ ചേലക്കരയിൽ പോളിംഗ് 77%. ആലത്തൂർ, നെന്മാറ, തരൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിലും പോളിംഗ് ഉയർന്നു. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. അതേസമയം പോളിംഗിലെ കണക്ക് തുണക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ വിജയം നേടാൻ കഴിയുമെന്നുമാണ് UDFന്റെ കണക്കുകൂട്ടൽ. കൈരളി ന്യൂസ്, പാലക്കാട്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിക്കെതിരായ ലൈംഗിക ആരോപണം അന്വേഷിക്കാൻ സുപ്രീം കോടതി സമിതി ഇന്ന് ചേരും. മുതിർന്ന 2ാമത്തെ ജഡ്ജി SA ബോബ്ഡെയുടെ നേതൃത്വത്തിലാണ് സമിതി ചേരുക. അതേസമയം ചീഫ് ജസ്റ്റിസിന് ലൈംഗിക ആരോപണത്തിൽ കൊടുക്കാൻ 1.5 കോടി രൂപ വാഗ്ദാനം ലഭിച്ചെന്ന് സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരാകും. ചീഫ് ജസ്റ്റിസിനെതിരായി ഉയർന്ന ലൈംഗികാരോപണം അന്വേഷിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന ആവശ്യം നിയമവൃത്തങ്ങളിൽ സജീവമായതോടെയാണ് ലൈംഗികാരോപണം അന്വേഷിക്കാൻ സുപ്രീം കോടതി സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം. സുപ്രീം കോടതിയിലെ മുതിർന്ന 2ാമത്തെ ജഡ്ജിയായ SA ബോബ്ഡെയുടെ നേതൃത്വത്തിലാണ് സമിതി. ബോബ്ഡെ കൂടാതെ ജസ്റ്റിസുമാരായ NV രമണ, ഇന്ദിരാ ബാനർജി എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. മുതിർന്ന 3ാമത് ജഡ്ജ് എന്ന പരിഗണനയിൽ NV രമണ സമിതിയിൽ അംഗമായപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇന്ദിരാ ബാനർജിയെ സമിതിയിൽ അംഗമാക്കിയത്. ആഭ്യന്തര അന്വേഷണത്തിനാണ് സമിതി നേതൃത്വം നൽകുക. പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമിതി തീരുമാനമെടുക്കും. അതേസമയം ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കൊടുക്കാൻ 1.5 കോടി രൂപ വാഗ്ദാനം ലഭിച്ചെന്ന് സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകൻ ഉത്സവ് സിംഗ് ഇന്ന് കോടതിയിൽ ഹാജരാകും. ഉത്സവ് സിംഗ് ഹാജരാകാത്തതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാൻ ശ്രമിക്കുന്നതിൽ ജഡ്ജിമാർക്കും പങ്കുണ്ടെന്ന സത്യവാങ്മൂലത്തിലെ പരാമർശവും അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വിശദീകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. 300-ലധികം പേരുടെ ജീവനെടുത്ത ശ്രീലങ്കയിലെ ബോംബ് സ്ഫോടനങ്ങളുടെ പിന്നിൽ തങ്ങളാണെന്ന അവകാശവാദവുമായി ഇസ്ലാമിക് തീവ്രവാദ സംഘടന IS രംഗത്തെത്തി. തീവ്രവാദ സംഘടനയുടെ വാർത്താ ഏജൻസിയായ അമാഖാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ അമാഖ് പുറത്തുവിട്ടിട്ടില്ല. ഇതിനിടെ സ്ഫോടനം നടന്ന പള്ളിയിലേക്ക് ചാവേറെത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈസ്റ്റർ ദിനത്തിലാണ് ശ്രീലങ്കയിൽ ലോകത്തെ നടുക്കിയ സ്ഫോടന പരമ്പര ഉണ്ടായത്. സംഭവത്തിൽ മരണസംഖ്യ 320. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.